കോലാലംപൂരിലെ പ്രശസ്തമായ ഷോപ്പിംഗ് വിനോദ കേന്ദ്രമാണ് ബുക്കിറ്റ് ബിന്താങ്. ഇവിടുത്തെ അലൻഗർ സ്ട്രീറ്റ് ഫുഡ്, ദുരിയാൻ മുസാങ്, വിവിധ മലയ് വിഭവങ്ങൾ എന്നിവയ്ക്ക് വളരെ പേരുകേട്ടതുമാണ്. 1945 മുതൽ തന്നെ ഇത് വിനോദത്തിനും ഹോക്കർ ഭക്ഷണത്തിനും വളരെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ ഏറ്റവും ഊർജ്ജസ്വലവും തിരക്കേറിയതുമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ബുക്കിറ്റ് ബിന്താങ്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഷോപ്പിംഗ്, ഭക്ഷണം, വിനോദം എന്നിവയുടെ ഒരു പ്രതീക്ഷ കൂടിയാണ്. ബുക്കിറ്റ് ബിന്താങ്ങിൻ്റെ സവിശേഷതകൾ വളരെയേറെയാണ്. ഷോപ്പിംഗ് മാളുകൾ. കോലാലംപൂരിലെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് മാളുകൾ ഇവിടെയാണുള്ളത്. ആഡംബര ബ്രാൻഡുകൾക്ക് മികച്ച ഭക്ഷണശാലകൾക്കും പേരുകേട്ട മാളാണ് പവിലിയൻ KL. ഏഷ്യയിലെ തന്നെ വലിയ മാളുകളിൽ ഒന്ന്. ഇതിനുള്ളിൽ ഒരു ഇൻഡോർ തീം പാർക്കുമുണ്ട് ബെർജയ ടൈംസ് സ്ക്വയറിൽ. ഫാരൻഹീറ്റ് 88 ആൻഡ് ലോട്ട് 10 ട്രെൻഡി ഫാഷൻ ഉൽപ്പന്നങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. ഇതുകൂടാതെ ഭക്ഷണപ്രേമികളുടെ സ്വർഗവുമാണ് ജലാൻ അലൂർ. ബുക്കിറ്റ് ബിന്താങ്ങിലെ ഏറ്റവും പ്രശസ്തമായ സ്ട്രീറ്റ് ഫുഡ് കേന്ദ്രമാണ് ജലാൻ അലൂർ. വൈകുന്നേരം മുതൽ രാത്രി വൈകുന്നതുവരെ ഇവിടെ മലേഷ്യൻ, ചൈന, തായ് വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ആസ്വദിക്കാനാകും. സമുദ്ര വിഭവങ്ങൾക്കും ഡുറിയാൻ പോലുള്ള പ്രാദേശിക പഴങ്ങൾക്കും ഈ തെരുവ് വളരെ പ്രശസ്തമാണ്. നൈറ്റ് ലൈഫിനും ബുക്കിറ്റ് ബിന്താങ് പേരുകേട്ടതാണ്. പാർട്ടികളും സംഗീതവും ഇഷ്ടപ്പെടുന്നവർക്കായി ചങ്കട്ട് ബുക്കിറ്റ് ബിന്താങ് എന്ന തെരുവുണ്ട്. നിരവധി കഫേകളും ക്ലബ്ബുകളും ബാറുകളും നിറഞ്ഞ ഈ പ്രദേശം രാത്രികാലങ്ങളിൽ വളരെ സജീവമാണ്. കോലാലംപൂരിലെ തന്നെ രാത്രി ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് വിളിക്കാവുന്ന സ്ഥലമാണ് ചാങ്കട്ട് ബുക്കിറ്റ് ബിന്താങ്. ബുക്കിറ്റ് ബിന്താങ്ങിലെ പ്രധാന ഷോപ്പിംഗ് ഏരിയകളിൽ നിന്ന് മാറി ശാന്തവും എന്നാൽ വൈകുന്നേരങ്ങളിൽ അതീവ ഊർജ്ജസ്വലവുമായ ഒരു തെരുവാണിത്. ചാങ്കിട്ടിൻ്റെ പ്രധാന ആകർഷണങ്ങൾ ഇവിടെയുള്ള അന്താരാഷ്ട്ര റെസ്റ്റോറൻറ്റുകളും കഫേകളും മറ്റുമാണ്. ലോകങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇറ്റാലിയൻ, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് തുടങ്ങി വൈവിധ്യമാർന്ന ഭക്ഷണശാലകൾ ഈ തെരുവിൻ്റെ സ്വന്തമാണ്. പകൽ സമയത്ത് ലഘുഭക്ഷണങ്ങൾക്കും കോഫിക്കുമായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതോടെ ചാങ്കട്ട് മറ്റൊരു രൂപത്തിലാകുന്നു. സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടുന്നവർക്കായി ധാരാളം ബാറുകളും പബ്ബുകളും ലൈവ് മ്യൂസിക് ക്ലബ്ബുകളും ഇവിടെയുണ്ട്. കോലാലംപൂരിലെ ഏറ്റവും മികച്ച DJ പ്രകടനങ്ങളും പാർട്ടികളും നടക്കുന്ന സ്ഥലം കൂടിയാണിത്. പഴയ കൊളോണിയൽ കാലഘട്ടത്തിലെ കടമുറികളും വീടുകളും നവീകരിച്ച് നിർമ്മിച്ചവയാണ് ഇവിടുത്തെ മിക്ക റെസ്റ്റോറൻറ്റുകളും. ഇത് ഈ തെരുവിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു. തിളങ്ങുന്ന നിയോൺ ബോർഡുകളും ആധുനിക അലങ്കാരങ്ങളും ഈ പഴയകാല നിർമ്മിതികളുമായി ചേരുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ എത്തുന്ന യാത്രികർക്ക് നൽകുന്നത്. യാത്രയോട് ഒപ്പം ഷോപ്പിങ്ങിൻ്റെയും ക്ഷീണം മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കായി ചാങ്കട്ടിന് ചുറ്റും ധാരാളം സ്പാ സെൻ്ററുകളും ഫുഡ് മസാജ് കേന്ദ്രങ്ങളുമുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ മികച്ച സേവനം ഇവിടെ ലഭ്യമാണ്. ചാങ്കട്ടിന് തൊട്ടടുത്ത് ആണ് പ്രശസ്തമായ ഭക്ഷണത്തെരുവായ ജലാൻ അലൂർ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ പാർട്ടികൾക്ക് ശേഷം രാത്രി വൈകി ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് നടന്നു പോകാവുന്നതാണ്. വാരാന്ത്യങ്ങളിൽ ഇവിടെ വളരെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ എത്തുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട്. കോലാലംപൂരിൻ്റെ നഗരഭംഗിയും രാത്രികാല ആഘോഷങ്ങളും നേരിട്ട് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചാങ്കട്ട് ബുക്കിറ്റ് ബിന്താങ് തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടം കൂടിയാണ്. ഇതോടൊപ്പം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്കും പ്ലാസ ലോ യാറ്റ് സന്ദർശിക്കാം.
മലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ IT മാളുകളിൽ ഒന്നാണിത്. മെട്രോ റെയിൽ, മോണോ റെയിൽ എന്നിവ വഴി നഗരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ബുക്കിറ്റ് ബിൻതാങ്ങിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. കൗലാലംപൂരിലെ പ്രധാന ആകർഷണങ്ങളായ പെട്രോണസ് ടവറിലേക്ക് ഇവിടുത്തെ പവിലിയൻ മാളിൽ നിന്നും ഒരു എയർ കണ്ടീഷൻഡ് സ്കൈ ബ്രിഡ്ജ് വഴിയും നടന്നു പോകാവുന്നതാണ്. ചുരുക്കത്തിൽ കൗലാലംപൂർ സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ബുക്കിറ്റ് ബിൻതാങ്. പകൽ ഷോപ്പിങ്ങിനും രാത്രിയിലെ ആഘോഷങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ ഒരിടമാണ് ഈ ബുക്കിറ്റ് ബിൻതാങ്. എന്തുകൊണ്ടാണ് ബുക്കിറ്റ് ബിൻതാങ് പോലെയുള്ള ഫുഡ് സ്ട്രീറ്റുകൾ ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഞാനങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. കൗലാലംപൂരിലെ ഭക്ഷണ തെരുവുകൾ പോലെ തന്നെ ലോകപ്രശസ്തമായ മറ്റനേകം ഭക്ഷണ തെരുവുകളും യാത്രികരെ ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ തത്സമയം പാചകവും അതുപോലെ തന്നെ ഇവിടെ ലഭിക്കുന്ന വൈവിധ്യവുമാണ്. ഓരോ ഭക്ഷണശാലയ്ക്ക് മുന്നിലും തുറസായ സ്ഥലത്ത് വലിയ ചീനച്ചട്ടികളിൽ തീ ആളിപ്പടർത്തി പാചകം സ്ഥിരം കാഴ്ച. ഇത് ഭക്ഷണത്തിന് ഒരു പ്രത്യേക സുഗന്ധവും രുചിയും നൽകുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നത് നേരിട്ട് കാണാൻ സാധിക്കുന്നത് സഞ്ചാരികൾക്ക് വലിയൊരു അനുഭവമാണ്. ഇതോടൊപ്പം തന്നെ സീ ഫുഡ് വൈവിധ്യവും ഇവിടെ ഏറെ പ്രശസ്തമാണ്. മലേഷ്യയിലെ ഏറ്റവും മികച്ച കടൽ വിഭവങ്ങൾ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഗ്രിൽഡ് ഫിഷും പ്രത്യേക മസാലകൾ ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുത്ത മീനും ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളിൽ ലഭ്യമാണ്. ബട്ടർ പ്രോൺസ്, വെണ്ണയും കരിവേപ്പിലയും ചേർത്ത് മുറിച്ചെടുത്ത പ്രോൺസും ഞണ്ടും ഒക്കെ ഇവിടെ സുലഭമായി ലഭ്യമാണ്. മലേഷ്യൻ സിഗ്നേച്ചർ വിഭവങ്ങൾ, മലേഷ്യയുടെ തനതായ രുചികൾ ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കഷ്ണങ്ങൾ ചെറിയ തടിക്കമ്പുകളിൽ കോർത്ത് കനലിൽ ചുട്ടെടുത്ത് ഉണ്ടാക്കുന്ന വിഭവമാണ് സാത്തേ എന്നറിയപ്പെടുന്നത്. ഇതിനോടൊപ്പം നൽകുന്ന നീലക്കടല ചമ്മന്തി വളരെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ നാസി ലെമാക്ക്, തേങ്ങാപ്പാലിൽ വേവിച്ച അരി ചോറും അയിലമീൻ പൊരിച്ചതും മുട്ടയും ചേർന്ന മലേഷ്യൻ ദേശീയ വിഭവമാണ്. ഇതും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വിചിത്രവും അപൂർവവുമായ പഴങ്ങളും ഇവിടെ ലഭ്യമാണ്. ഭക്ഷണ തെരുവുകളിലെ മറ്റൊരു ആകർഷണം വിദേശ പഴങ്ങളാണ്. കഠിനമായ ഗന്ധമുണ്ടെങ്കിലും ഡോറിയാൻ മധുരമേറിയ ഈ പഴം കഴിക്കാൻ പ്രത്യേക സ്റ്റാളുകൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മംഗോസ്റ്റീൻ, റാംബുട്ടാൻ തുടങ്ങിയ ശുദ്ധമായ ഉഷ്ണമേഖലാ പഴങ്ങൾ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. രാത്രി വൈകിയുള്ള സേവനവും ഭൂരിഭാഗം ഷോപ്പിംഗ് മാളുകൾ രാത്രി 10 മണിക്ക് അടയ്ക്കുമെങ്കിലും ഭക്ഷണ തെരുവുകൾ പുലർച്ചെ 3 മുതൽ 4 മണി വരെ സജീവമായിരിക്കും. രാത്രി സഞ്ചാരപ്രിയരായ വിനോദസഞ്ചാരികൾക്കും ജോലി കഴിഞ്ഞെത്തുന്നവർക്കും ഇത് ഒരു വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് സ്നാക്സ്, നടന്നുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ലഘുഭക്ഷണങ്ങൾ ഒക്കെ ഇവിടെ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ഡിംസം, ആവിയിൽ വേവിച്ച പലതരം പലഹാരങ്ങൾ, തേങ്ങ ഐസ്ക്രീം, തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ ഐസ്ക്രീം ഫ്രഷ് തേങ്ങയുടെ ചിരട്ടയിൽ വിളമ്പുന്നു. ഫ്രഷ് ജ്യൂസുകൾ, തണ്ണിമത്തൻ, ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയുടെ ജ്യൂസുകൾ തത്സമയം അടിച്ചു നൽകുന്നു. ചുരുക്കത്തിൽ കാഴ്ചയും ഗന്ധവും രുചിയും ഒത്തുചേരുന്ന ഒരു ഉത്സവം മറ്റ് പലയിടങ്ങളിലെയും ഫുഡ് സ്ട്രീറ്റുകൾ നമുക്ക് സമ്മാനിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ വയറു നിറയെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്നുള്ളവർക്ക് ഇതിലും നല്ലൊരിടം വേറെ ലഭിക്കാനില്ല. ഇങ്ങനെ ഈ സ്ട്രീറ്റ് ഫുഡിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെ ഓർത്തുകൊണ്ട് സഹയാത്രികർക്കൊപ്പം ഈ ഫുഡ് സ്ട്രീറ്റിലൂടെ ഞാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും ധാരാളം ഷോപ്പുകളും ബെഞ്ചും കസേരയും ടേബിളും പല വിധത്തിലും നിറത്തിലും ഒക്കെയുള്ള
വിഭവങ്ങളും ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. രാത്രി ആഘോഷങ്ങൾക്കായി എങ്ങും തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഷോപ്പുകളും ധാരാളം വിഭവങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒപ്പം ചൈനീസ്, മംഗോളിയൻ, മലയൻ ജനങ്ങൾ അടങ്ങിയ ചെഫുകളും ഇവിടെ ഓരോ ഷോപ്പുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വൈവിധ്യമാർന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈവായി ഭക്ഷണം പാകം ചെയ്യുകയും ചൂടോടെ അത് വിളമ്പി യാത്രികർക്കും നൽകുകയും ചെയ്യുക എന്നതാണ് ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. കൺമുൻപിൽ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്യുകയും അത് രുചിയായും ശുചിയായും യാത്രികരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഫുഡ് സ്ട്രീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റ് സ്റ്റാർ ഹോട്ടലുകളിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് ഹോട്ടലുകളിൽ ലഭിക്കുന്ന ഭക്ഷണങ്ങളും ലൈവായി ഇവിടെ വളരെ കുറഞ്ഞ നിരക്കിൽ യാത്രികർക്ക് ലഭ്യമാക്കുന്നു എന്നതാണ് ഈ ഫുഡ് സ്ട്രീറ്റുകളെ ഏറ്റവും ആകർഷണമുള്ളതാക്കി തീർക്കുന്നത്. പലയിനം മത്സ്യങ്ങൾ, പലയിനം മാംസങ്ങൾ, ഒപ്പം തന്നെ സമുദ്ര ജീവികൾ എന്നിവയൊക്കെ ഈ ഫുഡ് സ്ട്രീറ്റുകളിൽ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ പലയിനം ഫലങ്ങളും പഴങ്ങളും ഒക്കെ ഇവിടെ ലഭ്യമാണ്. ഇങ്ങനെ ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ധാരാളം ഷോപ്പുകളിൽ കൂടി ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഇങ്ങനെ നടക്കുമ്പോൾ എത്ര വിചിത്രമായ വിഭവങ്ങളാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിപ്പെടുന്നത്. ഇന്ത്യനും കോണ്ടിനെൻ്റലും ചൈനീസും ജാപ്പനീസും മലയനും ടിബേറ്റിനും ഇന്തോനേഷ്യനും അങ്ങനെ ഏതെല്ലാം രുചി വൈവിധ്യമുള്ള ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളിൽ സുലഭമായി ലഭ്യമാണ്. ഭക്ഷണപ്രിയരുടെ ഇഷ്ടമനുസരിച്ച് ഏതു തരവും ഭക്ഷണവും ഇവിടെ പാകം ചെയ്ത് നൽകുന്നു എന്നതാണ് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളെ ഏറ്റവും ആകർഷകമാക്കുന്നത്. യാത്രികനെ സംബന്ധിച്ചിടത്തോളം പോക്കറ്റ് ഫ്രണ്ട്ലിയായ ഇതിൻ്റെ വിലയാണ് കൂടുതൽ ആകർഷണം ഉള്ളതാക്കുന്നത്. വളരെയേറെ കളർഫുള്ളായി ഭംഗിയായി ലൈറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണശാലകളും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്ഷണപ്രിയരായ യാത്രികരെ ആകർഷിക്കുന്ന വിധത്തിൽ ഒരുക്കിയിട്ടിരിക്കുന്ന മേശകളും കസേരകളും ഒക്കെ ഇവിടെ എത്തുന്ന പ്രവാസികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. സുസ്മേരവദനരായി യാത്രക്കാരെ വിളിച്ചു കയറ്റുന്ന ഇവിടുത്തെ ആൾക്കാരുടെ ആതിഥ്യമര്യാദ കാണുമ്പോൾ തെരുവിലൂടെ നടന്നു പോകുന്ന ആർക്കും ഒരു സ്റ്റോളിൽ കയറി എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായും തോന്നും. കൂലിൽ കോർത്തതും അല്ലാത്തതുമായ ധാരാളം മാംസവിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കനലിൽ വെച്ച് ചുടുന്നതും ഇല്ലെങ്കിൽ ഉരുളിയിൽ വറക്കുന്നതുമായ വിഭവങ്ങളാണ്. ഈ ഫുഡ് സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ ഇവിടെ നിന്നും ഉയരുന്ന ഇതിൻ്റെ സ്മെല്ല് തന്നെ ഏതൊരുവനെയും ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒന്നാണ്. ഏത് പ്രായക്കാർക്കായാലും ഏത് രാജ്യക്കാർക്കായാലും അത് സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവർക്കും ഇണങ്ങുന്ന തരത്തിലുള്ള അനുയോജ്യമായ ആഹാര പദാർത്ഥങ്ങളാണ് ഇവിടെ പാകം ചെയ്യുന്നതും വിളമ്പുന്നതും. എല്ലാം ഫ്രഷായി ലഭിക്കുന്നു എന്നതാണ് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന വലിയൊരു ചെഫ് നിര തന്നെയുണ്ട് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളിലെ റെസ്റ്റോറൻറ്റുകളിൽ വരുന്ന അതിഥികൾക്ക് ആഹാരം പാചകം ചെയ്യാനായി. എല്ലാവരും അതിഥികളുടെ വരവിനെയും കാത്ത് അങ്ങനെ നിൽക്കുകയാണ്. അല്പം നേരത്തെ ഇവിടെ എത്തിയത് കൊണ്ട് ഇവിടെ വരാനിരിക്കുന്ന ധാരാളം യാത്രികരെ
കാണാനുള്ള അവസരം ലഭിക്കുകയുണ്ടായില്ല. എന്നാലും ഇവിടെ നിരന്നു കിടക്കുന്ന മേശയും കസേരയും ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണ വൈവിധ്യങ്ങളും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ എത്രയേറെ ആൾക്കാർ ഇല്ലെങ്കിൽ എത്രയേറെ യാത്രികരാണ് ഓരോ ദിവസവും ഇവിടെ ഈ സ്ട്രീറ്റ് സന്ദർശിക്കുന്നതും ഇവിടുത്തെ രുചി വൈവിധ്യങ്ങൾ സ്വന്തമാക്കുന്നതും എന്ന് നമ്മോട്. ഇങ്ങനെ ഇവിടുത്തെ വൈവിധ്യങ്ങളും ആഹാര രുചിയും അതുപോലെ തന്നെ ഇവിടെ ലഭ്യമാകുന്ന സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്ന പലതരം ആഹാര പദാർത്ഥങ്ങളും ഒക്കെ കണ്ടുകൊണ്ടും അതേക്കുറിച്ചുള്ള വിവിധങ്ങളായ രുചികളുടെ വൈവിധ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ധാരാളം യാത്രികരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ഏറെ വൈകിയും ഇവിടെ ഇവരുടെ സേവനങ്ങൾ ലഭ്യമാണ് എന്നതാണ് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളെ ഏറ്റവും ആകർഷകമാക്കുന്നത്. ഇവിടെയുള്ള ക്ലബ്ബുകളും ബാറുകളും അതുപോലെ തന്നെ സംഗീത ശാലകളും സ്പാകളും ഒക്കെ അടച്ചാലും രാവിലെ ഏതാണ്ട് 3-4 മണി വരെ തുറന്നിരിക്കുന്നതായതുകൊണ്ട് ഏത് സമയത്തും യാത്രികർക്ക് ഇവിടെ വരാനും ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കാനുമുള്ള ഒരവസരം കൂടി ഇവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയുടെ ഏത് യാമങ്ങളിൽ വരുന്ന യാത്രികനെ സംബന്ധിച്ചിടത്തോളം ഈ ഫുഡ് സ്ട്രീറ്റുകൾ ഒരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് തീർച്ചയായും കരുതാവുന്നതാണ്. കാരണം രാത്രിയുടെ ഏത് യാമത്തിൽ വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുന്ന ഭക്ഷണശാലകളാണ് ഈ തെരുവിൻ്റെ ഓരത്തായി ഇത്ര ഭംഗിയായി ഒരുക്കിയിട്ടിരിക്കുന്നത് എന്നത് ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ആഘോഷിക്കാനായി ഇവിടെ എത്തുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം ദിവസത്തിൻ്റെ 24 മണിക്കൂറും ആഘോഷിക്കുക എന്ന ഒരേ ലക്ഷ്യമേ അവർക്കുണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആഘോഷങ്ങളിൽ മുഴുകുന്ന യാത്രികരെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ വൈകിയ യാമങ്ങളിലും ഇവിടെ ആഹാരം ലഭിക്കും എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. ഇങ്ങനെ ഏത് രീതിയിൽ നാം കണക്കാക്കിയാലും ഈ ഫുഡ് സ്ട്രീറ്റുകൾ ടൂറിസത്തിന് നൽകുന്ന സംഭാവന വലിയ ഒന്ന് തന്നെയാണ്. യാത്രികരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആഘോഷം അപൂർവമാക്കാനും സന്തോഷകരമാക്കാനും ഇത്തരം ഫുഡ് സ്ട്രീറ്റുകൾ നൽകുന്ന സംഭാവന വളരെയേറെ സ്തുത്യർഹമാണ്.